പറഞ്ഞു വന്നത് കുടുംബക്കാരെ അകറ്റണ്ട, അവർ വരുമ്പോ ഗേറ്റ് അടക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം നീ അവർക്ക് നിന്റെ ജാഗന്റെ പട്ട അതല്ലെങ്കിൽ ആധാരം കൊടുക്കണമെന്നല്ല. നിങ്ങൾ വെളിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് ബേജാറാന്ന്. ഇയാളിന് ചെല്ലിയുള്ള എന്റെ ജാഗന്റെ പട്ടനെ ഏളാമാക്ക് കൊടുക്കാൻ ചെന്നാന്ന്. പേടിക്കണ്ട, ആശ ഉണ്ടെങ്കിൽ കൊടുത്തോളി, ബേജാറൊന്നും ഇല്ല. ഇനി എന്ത് കൊടുത്തെങ്കിലും കൊടുത്തില്ലെങ്കിലും ആ പിരിസപ്പാട് മുറിക്കണ്ട. അല്ലെങ്കിൽ നീ കൊടുക്കുന്ന കിറ്റില്ലേ, കിറ്റാട്ട് കെട്ടാട്ട് നീ ആർക്ക് കൊടുക്കുന്നെങ്കിലും ഫസ്റ്റ് കൊടുക്കണ്ടേ കുടുംബത്തിൽ. അവർക്ക് തന്നെ കൊടുക്കണമെന്നല്ല, നാട്ടുകാർ പട്ടിണിയാവും. എന്നാലും മുന്തിക്കേണ്ടത് അവരെ. കാരണം എന്തേ, അവർക്ക് കൊടുത്ത 2 കൂലിയുണ്ട്. നാട്ടുകാർക്ക് ഒരു കിറ്റ് കൊടുത്തെങ്കിൽ 1 കിറ്റിന്റെ കൂലിയാണ് നിനക്ക്. അതേസമയത്ത് കുടുംബത്തിൽപ്പെട്ടവൻ 1 കിറ്റ് കൊടുത്താൽ 2 കിറ്റ് കൊടുത്ത കൂലിയുണ്ട്. ഒന്ന് കിറ്റ് കൊടുത്ത കൂലി, സദക്കാന്റെ കൂലി, പിന്നൊന്ന് കുടുംബബന്ധം ചേർത്തു എന്ന കൂലി. നാട്ടുകാർക്ക് കൊടുത്തെങ്കിൽ മോശമില്ല, നാട്ടുകാരെ മംഗളത്തിൽ വിളിച്ചെങ്കിൽ മോശമില്ല, നാട്ടുകാരെ വിളിച്ചിട്ട് ബഫെ സിസ്റ്റമാക്കിയെങ്കിൽ മോശമില്ല, കുടുംബക്കാരെ വിളിക്കാൻ അല്ലേ. ഇയാൾ ആജി, ഡബിൾ ആജിയാ ത്രിബിൾ ആജിയാ എന്തോ, ഇയാൾ അജിന് പോകുന്നാലോ. അതിന്റെ ഇടയ്ക്ക് ഇയാൾ വലിയ മംഗലം ചെല്ലെങ്കിൽ ബടാ മംഗലം, ഡിജിറ്റൽ മംഗലല്ല, ഇത് മൗലൂദ്. അജിന് പോകുന്ന ആളെ ഹജ്ജിന് പോകുന്ന ആളെ മൗലൂദ്, ഭയങ്കര മൗലൂദ്. എല്ലാ നാട്ടിലെ പരിസരത്ത് ഹജ്ജിമാരുണ്ട്, തങ്ങന്മാരുണ്ട്, എല്ലാരും ഉണ്ട്, ാറുണ്ട്, ആജിമാരുണ്ട്, എല്ലാരും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ തേച്ചുണ്ട്, നാട്ടുകാർ ഫുള്ളുണ്ട്. എന്തേ, ഇയാൾ ഉംറക്ക് പോകുന്ന ഹജ്ജിന് പോകുന്ന ഇയാൾ വിളിക്കാത്ത മനുഷ്യന്മാരില്ല. ഇയാൾ വിളിച്ചിട്ട് പേടിഞ്ഞിട്ട് രാഷ്ട്രീയ ചെല്ലാൻ പറഞ്ഞ നീ കണ്ടോല്ല, നീ എന്നെ ചെല്ലിയത് വിട്ടുണ്ടാ, ആരെയും വിട്ടുണ്ടാ. ആയി നല്ല കാര്യം തന്നെ, നല്ല കാര്യം തന്നെ. പോകുമ്പോൾ മോല് തോദിക്കുന്നത് നല്ല കാര്യം, നാട്ടുകാരെല്ലാം വിളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം. ഇനി നിങ്ങൾക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ളവരെ ഏൽപ്പിക്കുന്നതും നല്ല കാര്യം. ശരി, നിങ്ങളെല്ലാവരും വിളിപ്പിച്ച ഈ മനുഷ്യന്റെ മൗലിദ് പടമൗലിദ് റഹ്മാനെ 11:30 മണിക്ക് തുടങ്ങിയ തീറ്റില്ലേ 4:40 ഇടീ ജില്ലക്കാരും വന്നില്ല. ആ വന്ന കൂട്ടത്തിൽ എളാവില്ല. ഓന് 3 എളാവുണ്ട്, 2 മൂത്തുണ്ട്. അതിൽ 2 മൂത്തമാറുണ്ട്, മൂത്തമ്മമാരുണ്ട്, മക്കളുണ്ട്, 2 എളാബയും ഉണ്ട്, 1 എളാവില്ല. എളാബിന്റെ വിഷയം ഒരാൾ പോകുന്നതാണ്. ഇത് കേക്കി, നിങ്ങൾ എന്നെ കേക്കി, 1 എളാവില്ല. ഈനെന്താ ആൾക്കാർ നോട്ടാക്കി, നോട്ടാവുമല്ലോ. കാരണം അയാൾ എല്ലായിടത്തും ഉള്ള മനുഷ്യനാണ്. എല്ലാ നല്ല ഇടങ്ങളിലും അയാളാവുണ്ട്, എല്ലാ സ്ഥലത്തും അയാളുണ്ടാന്ന്. പള്ളിയിലുണ്ട്, പറമ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. മരിച്ചെടുത്തുണ്ട്, മംഗലത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സ്വന്തം ഈ ചങ്ങായി എളാവ മോനല്ലേ, എളാവാന്റെ മോനല്ലേ. ഇയാൾ ആരിപ്പോ എളാവാക്ക്? നിങ്ങന്റെ മുണ്ടതില്ലേ, നിങ്ങന്റെ ഈ ഊതിയ പുക പോലെ ദമ്മു പിടിച്ചിരുന്നേ. നിങ്ങ എന്റെ കൂടെ ചെല്ലി വായി വളർന്നിരിക്കുന്ന ഇത് പാട്ടല്ല. എളാബാക്കി ഇയാൾ ആര്യെന്ന് ആ മോന്, നിങ്ങൾ എന്റെ കൂടെ പോകണം. നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാവാൻ കഴിയ പാട്ടായി നിങ്ങൾ സാരില്ല. ഇത് ദീനല്ലേ, ഇത് ഇൽമല്ലേ. അള്ളാഹു കബൂലാക്കി തരട്ടെ. എല്ലാവരും നോക്കിയത് ഇയാളാവാൻ, അയാളെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ എല്ലായിടത്തും അയാൾ മുന്നേ ഉണ്ടാന്ന് ബീച്ചില്ലെങ്കിൽ ബീച്ചറി ബിരിയാണി എന്നെ ഇടട്ടാ, ഇനി ഐസ്ക്രീം വേണ, ഇയാൾ കാണുന്നില്ല. കാണാണ്ടാകുമ്പോ ഒരു നല്ലൊരു മനുഷ്യൻ ഇയാൾ അസർക്ക് പള്ളിക്ക് വന്നപ്പോ കേട്ടു. ആരുവിന് പള്ളിക്ക് വന്നപ്പോ ആര് വന്നപ്പോ ഈ ആദ്മി ഉംറക്ക് പോകുന്ന ആള്, ഈ മനുഷ്യൻ, ഇയാള് മാരുവിന് പള്ളി കഥ കേട്ട് അയാളെ കഷ്ട കേട്ട് എന്തെന്ന് എങ്ങനെ മോലിതെല്ലാം വേണം റാഹത്താനല്ലേ. ആ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. നിങ്ങളെ യാത്ര അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, മംഗളമാക്കട്ടെ. എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇയാൾ കേട്ട് എല്ലാവരും ഉണ്ടായോ, ഇടീ മനുഷ്യന്മാരും ഇടീ നാട്ടുകാർ എല്ലാവരും ഉണ്ടായി. എന്നെങ്കിലും നിങ്ങളെ ചെറിയ ആളാ അയാൾ അയാൾ വന്നിട്ടല്ലേ, ഇക്ബാളല്ല മസലൻ, ഫോർ എക്സാമ്പിൾ, ഉദാഹരണം തക്ദീറൻ, അയാൾ വന്നിട്ടില്ലല്ലേ. അപ്പൊ ഇയാൾ ജില്ലെന്ന് പറഞ്ഞ ആര് ഈ ഉംറക്ക് പോകുന്ന പടമൂല് നടത്തി ഇയാൾ ജില്ലെന്ന് പറഞ്ഞ ഇല്ല, അയാളെ ഞാൻ വിളിച്ചിട്ടാ, അയാൾ അവനെ വിളിച്ചിട്ടാ. ഞാൻ ആരില്ല. നിങ്ങൾ നേരാണ്ട്, നിങ്ങൾ മൈസൂർക്ക് ടൂർ പോകുന്നല്ലേ, നിങ്ങൾ ഊട്ടിക്ക് ജാറം പോകുന്നല്ലേ, നിങ്ങൾ ഉംറക്ക് പോകുന്നല്ലേ, നിങ്ങൾ നേരാണ്ട്. അതെല്ലാം മറക്കണ്ടേ, അതെല്ലാം പൊറുക്കണ്ടേ നോക്കുമ്പോ ഇയാള് ജില്ലെന്ന് പറഞ്ഞ അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ ഓന് പൊറുക്കലാന്ന്. ചങ്ങായേ, നീ മൂസോടിയിൽ പോയിട്ട് ആ കടപ്പുറത്ത് കുളിച്ചിട്ട് വാ. നീ ഉംറക്ക് പോണ്ട, നീ ഹജ്ജിന് പോണ്ട. അല്ല പുറത്തെങ്കും ഓൻ പൊറുക്കാലോ. ആരിപ്പോ പെടാ അല്ല. നിന്റെ പൊറ്റ ഈ കിബറിന്റെ പൊറ്റ ആർക്ക് വേണോ? നിന്റെ ഉംറ കിട്ടാണ്ട്, നിന്റെ ഹജ്ജ് കിട്ടാണ്ട്, നിന്റെ നിസ്കാരം കിട്ടാണ്ട്, എന്റെ അള്ളാഹ് ബെറ്ററിൽ
നീ ഭക്ഷണം കൊടുക്കാണ്ട് നാട്ടുകാർ പട്ടിണി കിടന്ന ഇതെന്തോ ടൂറാ? അപ്പൊ പോകുന്നെങ്കിൽ മര്യാദയ്ക്ക് പോണോ? എല്ലാവരെക്കാളും നിന്നെ ബന്ധം ചേർക്കേണ്ടത് കുടുംബക്കാരോട്. നീ എത്ര ഹജ്ജ് ചെയ്തവനായാലും എത്ര ഉംറ ചെയ്തവനായാലും കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ നിന്നെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. നീണ്ട ആയത്താണ്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെയും മുറിക്കുന്നതിന്റെയും ഫലങ്ങളും ദുഷ്ഫലങ്ങളും എല്ലാം വിശദീകരിച്ചിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, കുടുംബമെന്ന ആ സംഗതികളോട്, കുടുംബക്കാരാകുന്ന മനുഷ്യന്മാരോട്, അത് കെട്ടിയോളവാകക്കാരാവട്ടെ, അത് ആര് തന്നെയാവട്ടെ, അവരോട് നീ അരിസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അവരോട് ബന്ധം മുറിച്ചവനാണെങ്കിൽ, ഉലൈക ലഅനഹുമുല്ലാഹ് ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. നിങ്ങളെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. കുടുംബബന്ധം മുറിച്ചവര്, കുടുംബക്കാരോട് ആരിസത്തിൽ കഴിയുന്നവര്, അമ്മായി കേൾക്കണോ മരുമോള് കേൾക്കണോ, എത്ര കാലമായി നിങ്ങ മിണ്ടാതെ? അളിയന്മാറ് കേൾക്കണോ മച്ചുനമാറ് കേൾക്കണോ, എത്ര കാലമായി നിങ്ങ പരസ്പരം കാണാതെ? കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. ഇബ്ലീസിനെ ലഅനത്തിട്ടതുപോലെ അവർ ശപിക്കപ്പെട്ടവരാണ്, ലഅനത്തിടപ്പെട്ടവരാണ്. മാത്രമല്ല മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞത് കാണാം, വയഖതഊന മാ അമറല്ലാഹു ബി അയ്യൂസല. ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം, ഊഷ്മളമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, ഹൃദയസ്പർശിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, നല്ല നിലക്കാവണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബജീവിതം, അത് മുറിച്ചവരാണെങ്കിൽ, അവരോട് ദേഷ്യപ്പെട്ടവരാണെങ്കിൽ, അതേ അല്ലാഹ് പറയുകയാണ്, ഉലൈക ഹുമുൽ ഖാസിറൂൻ. അവര് പരാജിതരാണ്, അവർ വിജയിക്കില്ല, അവർ ഒരിക്കലും രക്ഷപ്പെടല. അവരായി അമൽ അല്ലാഹ്ക്ക് വേണ്ട. എന്തിനേറെ പറയണോ, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ അവരുടെ ദുആക്ക് ഉത്തരമില്ല. ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ചില ആൾക്കാർ വിചാരിച്ചാണ് ആരിലും മുണ്ടിലങ്ങ് സാരില്ല, ഇത്രക്കുള്ള നിസ്കാരത്തിന്റെ കല നെറ്റിലുണ്ടെങ്കിൽ മതിയെന്ന്. നെറ്റിലുള്ള കലാവിന് നിസ്കരിക്കണമെന്നില്ല, 4 കുറി ഊർജ്ജങ്കും വരുന്നു. ശരിക്കൊന്ന് ഊർജ്ജെങ്കിലായി. നിസ്കാരത്തിന്റെ കല അല്ല പ്രധാനം, കലക്ക് വിലയുണ്ട്. ആ നിസ്കാരത്തിന്റെ ആ തഴമ്പിന്, ആ അടയാളത്തിന് അല്ലാഹുവിന്റെ വലിയ വിലയുണ്ട്. പക്ഷെ ഈ കപടന്റെ, ഈ ഫിത്തനക്കാരന്റെ, ഈ കുടുംബമെന്ന് മുറിച്ചവന്റെ, ഈ ഏഷണിക്കാരന്റെ, ഈ ഫിത്തന ഫസാദ് പറഞ്ഞു നടക്കുന്നവരുടെ നിസ്കാരത്തഴമ്പിന് വിലയില്ല. അതിന്റെ നിസ്കാരത്തഴമ്പ് എന്തിനാ? നിസ്കാരത്തഴമ്പ് അതിന്റെ ആവശ്യമുണ്ട്. ചില ആൾക്കാർ അങ്ങനെ കുറെ ഹജ്ജ് ചെയ്യും, കുറെ ഉംറക്ക് പോകും, കുറെ നിസ്കരിക്കും, കുറെ ഖുർആനല്ലോ ഓതും. പക്ഷെ കുടുംബക്കാരുടെ നേരെ അത് ഈടനുണ്ട് 1, 2, 3 ആള്. നിങ്ങൾ എന്റെ വീട് നോക്കണ്ട, എനിക്കറിയോ അത്. കുടുംബം എന്നത് വലിയ കാര്യമാണ്, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കുടുംബക്കാരോട് ചോദിച്ചിട്ട് അള്ളാഹിനെ ഇഷ്ടപ്പെടുത്താൻ നോക്കണ്ട, നടക്കല. അവരോട് നല്ലൊരു വേണോ? ഉസ്താദ്, അപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരുന്നതിന്റെ അർത്ഥം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം ഇനി ഡെയിലി പോയിക്കൊണ്ട് വന്നോണ്ട് വേണ്ട. അങ്ങനല്ല. കുടുംബബന്ധം ചേർക്കണമെന്ന് അവരോട് നല്ല ഇഷ്ടത്തിലും പിരിശത്തിലും പോകണം. നീ ആവതുള്ളവനാണെങ്കിൽ അവരെ നല്ലോണം സഹായിക്കണോ. പിന്നെ അവരോട് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യമെല്ലാം ഉണ്ട് വിളിച്ചെന്ന് കണ്ടെങ്കിൽ നീ നല്ല മനസ്സിൽ പോകണോ. നിന്റെ അടക്കം എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരെയും വിളിക്കണോ. നിനക്കാന്ന് പോകുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണോ. എല്ലാത്തിനക്കാരും അവരെ പിരിശം വെക്കണോ. അവരെല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നീ പങ്കാളിയാവണോ. അവരോട് വലിയ പിരിശപ്പാട് വേണോ. അവർക്ക് വേണ്ടി ദുആ. നീ അവരോട് അരിസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ദുആക്ക് പോലും ഉത്തരവില്ല. നീ ഖോജറാജാവായിട്ട് ഗുണമില്ല, നീ ആജിയല്ല തങ്ങളായിട്ടും ഗുണമില്ല. മഹാനായ അബൂ ഹുറൈറ മണി 11 ആയിക്കൊണ്ട് വന്ന്, സംഘാടകർ സൂചിപ്പിച്ച സമയമായിക്കൊണ്ട് വന്ന്. ഇൻഷാ അല്ലാഹ് ഒരു 10-20 മിനിറ്റുള്ള തുടങ്ങിയിട്ടായി. ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടായി. എത്ര പേര് നോക്കാലോ സമയമല്ലേ. അല്ലെങ്കിൽ ഇത്ര സ്പീഡും ചെട്ടി ഇങ്ങനെ ഏങ്കർക്കേണ്ടിയതല്ല. നമ്മൾ ആയുസ് നന്ന ഷോർട്ടായി നടത്തം. ഞങ്ങൾ കബറിലേക്ക് പിന്നെ അടുത്തോണ്ട് പോയി. അള്ളാഹു ഞങ്ങൾ ഈമാന് സലാമത്താക്കട്ടെ. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ എന്തോ അല്ല. പണ്ട് റമളാനിന്ന് അടുത്ത റമളാൻ ആവണമെങ്കിൽ 1 കൊല്ലം കതിയാണ് അല്ലേ. നിങ്ങൾ എന്തി ഫസ്റ്റ് കേൾക്കുന്ന പോലെ
റമലാനിലേക്ക് ഒരു കൊല്ലാണ്ടേ 12 മാസാണ്ടേ. ഇപ്പൊ മുഞ്ഞാന്ന് റമലാനിൽ നോമ്പറക്കുമ്പോ തിന്ന സമൂസന്റെ മണ ഇപ്പോഴും കൂടി പോയിട്ടില്ല. നാളെ മറ്റന്നാ റമലാൻ. ഇപ്പൊ ഒരു കൊല്ലാന്നാ ഹബീബ്. അത്ര സ്പീഡ് ഇനി നാളെ ക്ലിപ്പാക്കിയില്ല. 6 മാസത്തിലെ റമലാൻ ഇയാൾ ചെല്ലി ഒരു കൊല്ലാന്നില്ല. ഭയങ്കര സ്പീഡ്. സമയങ്ങൾ ഭയങ്കര ദ്രുതഗതിയിലാണ്. അംബാനിന്റെ എംബി പോകുന്ന 4Gയിലാണെങ്കിൽ ഈ ലോകത്തിന്റെ സമയം ഞങ്ങൾ ആയുസ് പോകുന്നത് 8GB. ഭയങ്കര സ്പീഡിലാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി ഹബീബുൽ വറാ റസൂലുള്ളാഹി അബൂ ഹുറൈറ തങ്ങൾ വഅദ് പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ആരുവാകട്ടെ മഹാനർ ഇങ്ങനെ ക്ലാസ് നടത്തുന്നു, വയല് പറയുന്നു, ഖുർആൻ ക്ലാസ് എടുക്കുന്നു. വയലെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങൾ പിരിയുന്ന നേരത്ത്, പരിപാടി അവസാനിക്കുന്ന നേരത്ത് മഹാനർ കൂടിയ ജനങ്ങളോട് പറഞ്ഞു, പ്ലീസ് ഒരു 5 മിനിറ്റ് ഇരിക്കണോ, ഒരു കുറച്ചു നേരം ഇരിക്കണോ, ഞങ്ങൾക്കൊന്ന് ദുആരക്കാം. മുബാറക്കായ മജ്ലിസാണ്, നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള മജ്ലിസാണ്, നല്ലത് മാത്രം ഇത്തിരി നേരം കേട്ട മജ്ലിസാണ്, നല്ലത് മാത്രം കുറച്ചു നേരം ചിന്തിച്ച മജ്ലിസാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ദുആരക്കാലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും പറഞ്ഞിട്ട്, ആവശ്യങ്ങൾ മുറാദുകൾ പറഞ്ഞിട്ട്, വിഷമങ്ങൾ ബേജാറുകൾ പറഞ്ഞിട്ട്, ദുനിയാവും ആഖിറവും പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവോട് ദുആരക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇരിക്കണോ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, മഹാനർ പറയാണ് പക്ഷേ ഒരു സംഗതിയുണ്ട്. കുടുംബക്കാരോട് അരിസപ്പെട്ടവരുണ്ടെങ്കിൽ, കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടവരുണ്ടെങ്കിൽ, കുടുംബ ബന്ധം മുറിച്ച ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ ഫഖുർജ് അന്നാ ഫഇന്നാ നുരീദു അൻ നദ്ഉ റബ്ബനാ. കുടുംബ ബന്ധം മുറിച്ചോറുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട്, പുറത്തു പോണോ. അരിസപ്പെട്ടിട്ട് കഴിയുന്നവർ ആരെങ്കിലും വയലാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ കേട്ടത് കേട്ട് എന്നേതായാലും ദുആരക്കാൻ അവർ നിൽക്കണ്ട, ആമീൻ പറയാൻ നിൽക്കണ്ട, മേലായ റബ്ബിലേക്ക് കൈനീട്ടാൻ നിൽക്കണ്ട. ഗെറ്റ് ഔട്ട്, നിങ്ങൾ പുറത്തു പോണോ. എല്ലാരും അല്ല കുടുംബ ബന്ധം മുറിച്ചോറ്. എന്തേ കാരണം? ഞങ്ങൾ അല്ലാഹുവോട് ദുആരക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആമീനിന് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ കുടുംബബന്ധം മുറിച്ചവർ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞേ? അബൂ ഹുറൈറ. ആരും പോയില്ല, എല്ലാരും ആമീൻ പറഞ്ഞു, ദുആരുന്നു. എന്തേ പോഞ്ഞേ? ആരും കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടോറില്ല, കുടുംബബന്ധം മുറിച്ചോറില്ല. ഇൻ കേസ് ഒരു വേള ഞാനെങ്ങാനും ഇപ്പൊ പറയാൻ നിങ്ങൾ എന്തെന്ന് ഏതായാലും തീരാനായി ഒരു 5 മിനിറ്റ് പ്ലീസ്, ആരും പോയിട്ടുണ്ട് ഇരിക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, കുടുംബക്കാരിൽ അരിസപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പം പോയിരിഞ്ചില്ലെങ്കിൽ എന്താ ഒറ്റ ഒരാൾ ബാക്കിയോ? ഇവിടെ ഒറ്റ ഒരാൾ ബാക്കിയോ? ആരും നേരെയില്ല. ഉമ്മന്റെ നേരെ ബാപ്പല്ലോ വരെ, അളിയന്റെ നേരെ അമ്മായിന്റെ വരെ, അമ്മായി നേരെ മരുമോ വരെ. അമ്മായിനെ കണ്ടെങ്കിൽ മരുമോക്കാന്നില്ല, മരുമോക്കാണോ അമ്മായിക്കാന്നില്ല. ഇങ്ങനത്തെ എല്ലാം കോലാണ് ചേർത്തല്ലോ. പലയിടത്തും ഉണ്ട് അങ്ങനത്തെ അമ്മായിമാരുണ്ട്, കാക്കമാറുണ്ട്. മരുമോന്റെ നേരില്ലാത്ത, മരുമോളിൽ നേരില്ലാത്ത. പക്ഷെ അമ്മായിന്റെ അത്ര വാരായിട്ടില്ല. എന്തേ? ഇയാളെ തലച്ചൂടില്ല വാഞ്ഞുണ്ട്, ലോൺ അടക്കും ബാക്കിയുണ്ട്, ജല്ലി വരും ബാക്കിയുണ്ട്, നറുക്കിന്റെ പൈസ കൊടുക്കും ബാക്കിയുണ്ട്, അതിൻ്റെ ഇടക്ക് വോട്ട് വരും, അതിന്റെ പാച്ചൽ വായണോ, പിന്നെ ഇതിൻ്റെ ഇടക്ക് മരുമോളിൽ വേണമെങ്കിൽ ടൈമുണ്ട്. ഇയാൾക്ക് പെണങ്ങണെന്ന് ഇയാൾക്ക് മനസ്സിലുണ്ടാവും. പക്ഷെ അമ്മായി മരുമോളെ വെച്ച് നോക്കുമ്പോൾ ഏതുവരെ അറിഞ്ഞ ഇതിൽ അമ്മായിമാർക്കും മരുമക്കും കണ്ടങ്ങാകും. ഏതോ ഒരു പെണ്ണ് ചെല്ലിയല്ലേ പുതിയ അപ്പള തേടുമ്പോ ബാപ്പാന്റെ അല്ല അളി ആങ്ങളുടെ മാറില്ല എന്തോ പെണ്ണിനെ ആങ്ങളൊക്കെ പെങ്ങൾക്ക് പുതിയാപ്പിള നോക്കുമ്പോ പെണ്ണിന്റെ ആങ്ങളെയാ ബാപ്പ എന്താ കേട്ടല്ല എന്റെ മോളാ ഞങ്ങളുടെ പുതിയാപ്പിള തേടിക്കൊണ്ടല്ലോ ഉണ്ടോ, നീ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഉള്ളിലും നല്ല തന്നെ നോക്കിറുമ്പോ അള്ളാഹു നല്ല തന്നെ എത്തിക്കട്ടെ, ഇൻഷാ അല്ലാഹ് നീ ഇതുവരെക്കാവോ എന്ന് ചെല്ലുമ്പോ ആമീൻ ചെല്ലുന്ന മുന്നേ ചെല്ലെന്നറിഞ്ഞ വാപ്പ നിങ്ങൾ ആരെ നോക്കിയെന്ന് മോശമില്ല. എന്നെ കെട്ടുന്നവന് ഉമ്മ മരിച്ചെങ്കിൽ നെല്ലുണ്ടായി, എന്നെ കെട്ടുന്നവന്റെ ഉമ്മ മരിച്ചിനെങ്കിൽ നെല്ലുണ്ടായി. എനക്ക് അമ്മ ഇരിക്കാൻ കഴിയാല. അങ്ങനെ ദ്വാരക്കുന്ന പെണ്ണുങ്ങളുണ്ട് മരുമക്കള്. അതേ സമയത്ത് എന്റെ മോവം മരിച്ചിട്ടാണെങ്കിൽ മോശമില്ല, മരുമോവ കരഞ്ഞോണ്ടേ ഇരിക്കണോ.
എന്ന് കാക്കുന്ന ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട്. മരുമോളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് നല്ലതാക്കിയെങ്കിലും നല്ലത് പറയല്ല, എത്ര കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തും നല്ലത് അല്ല. ഇടീ പോര 18,000 സ്ക്വയറിന്റെ പോര, ഏകദേശം 3 തട്ടുമുണ്ട്, 12 ലിഫ്റ്റും ഉണ്ട്. ഇതിനെല്ലാം തോത്തിയിട്ടും അടിച്ചിട്ടും പിടിച്ചിട്ടും എല്ലാം പണിയെടുക്കുന്ന ഈ മരുമോവ. എന്നിട്ടും ഈ മക്ക കൊറ്റം ചെല്ലാനല്ലാണ്ട് ഒരു നല്ലത് സപ്പോർട്ടാക്കാല. ഇതെന്ത് ഏണിന്റെ അടി വാക്കിയതിന്, ഇതെന്ത് അമ്മിക്കല്ലിന്റെ അടിയിൽ ആരായിന്. മരുമോളും അങ്ങനെ ആരിലും മുണ്ടും ചിരിച്ചിട്ടും ഇളിച്ചിട്ടും അമ്മായിന്റെ കണി കണ്ടപ്പോ ഭദ്രകാളിനെ പോലെ. ശരിക്കാൻ പറയുന്നതിൽ ഇതൊരു വാസ്തവമാണ്. നാളെ ബറാത്തിന്റെ അന്ന് രാത്രി നിങ്ങൾക്ക് ഈ പോരിശയില്ല. ആദ്യം അവരോട് നേരാവണോ, അവരോട് പിരിശപ്പാട് കാട്ടണോ, അവരോട് നന്നാവണോ, പൊരുത്തപ്പെടിക്കണോ, എന്നിട്ട് മതി അല്ലാഹുവിലേക്ക് മടങ്ങാൻ. ഇത് അല്ലാഹ് പറഞ്ഞതാണ്, ഇത് എന്റെ ഡയലോഗല്ല. മനുഷ്യന്മാരോട് ആദ്യം നന്നാണ്. മനുഷ്യന്മാരോട് നന്നായി കണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങളോട് നന്ന്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അള്ളാഹ് നന്നാന്തല്ല, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അവന്റെ അടിമകളായ മനുഷ്യന്മാരോട് നന്നാന്ത. അത് വലിയ ഇഷ്ടമാണ് അള്ളാഹ്. നിങ്ങൾ നോക്കിയാല നിസ്കരിക്കാതെ ഒരു വേള കള്ളാക്കിയെങ്കിൽ തെറ്റാണ്. കള്ളാക്കുന്നത് തെറ്റല്ലേ അല്ലേന്ന്? ഇനി കള്ളാക്കി പോയി നിസ്കരിച്ചോ, എന്നാലും അള്ളാഹ് എന്താക്കണോ, ദ്വാരക്കണോ, പഠിച്ചോനെ കള്ളായിപ്പോയി ഉറങ്ങിയിട്ടാ, അല്ലെങ്കിൽ പാഞ്ഞ പാച്ചളുടെ ഗഡിപിടിയില്ല, അല്ല മറന്നിട്ടാ, അപ്പുറപ്പുറായിപ്പോയി അല്ല, ഞാൻ നിസ്കരിച്ച് നീ പൊറുക്കണോ അല്ല ദ്വാരെന്നെങ്കിൽ അല്ല പൊറുക്കും, അല്ല പൊറുക്കും. അതേ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ എണ്ണീട്ടുണ്ടെങ്കിൽ, നീ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ പൊരുത്തപ്പെടാതെ പടച്ച റബ്ബേ നീ എനക്ക് പൊറുക്കല്ലാന്ന് കേട്ടെങ്കിൽ നീ 1000 കൊല്ലം തപസ്സിരുന്ന് ദുആരെന്നാലും അല്ലാഹ് പൊറുക്കല. ആദ്യം ഇവനോട് പൊരുത്തപ്പെടിക്കണോ, ആദ്യം മനുഷ്യനോട് പൊരുത്തപ്പെടിക്കണോ. അതെ, ഇവനോടാണ് ആദ്യം പൊരുത്തപ്പെടിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. അല്ലാഹു ഞങ്ങളെ കുടുംബബന്ധം ഊഷ്മളമാക്കി തരട്ടെ. മരുമക്കൾ അമ്മായിമാർക്ക് കണ്ടങ്ങാന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ലേ? അമ്മായിമാർ മരുമക്കള് ഒന്ന് നല്ല നിലക്ക് ഡ്രസ്സ് ഇടാൻ കഴിയാല, അപ്പൊ അമ്മായിക്ക് ചൊറിയുന്നു. മരുമോവ ഇങ്ങനെ വിരുന്നിനും മംഗളത്തിനും പോകാൻ കഴിയാ. ഇതെന്ത് എപ്പോഴും ചില മരുമക്ക് പിന്നെ പുറസത്തില്ല പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലും പോകുമ്പോഴൊന്നും വേണ്ട, ഓൻ്റെലി കെട്ടിയോൻ്റെലി കുറച്ചു നേരം മുണ്ടാൻ കഴിയാ, ചിരിക്കാൻ കഴിയാ, ഒരു നല്ലൊരു ഫോണാക്കിയിട്ട് കുറച്ചു നേരം വിഷയാക്കുമ്പോ ഈ അമ്മായിക്കിടെ കത്തുന്നു അവൻ്റെ ഉമ്മാക്ക്. ഇതെന്ത് എപ്പോഴും ഉണ്ടെന്നു, ഇതെന്ത് എപ്പോഴും ചിരിക്കുന്നു, ഇങ്ങടെ തളക്കുന്നു മനസ്സിലൂടെ ഒരു അങ്ങനെ എന്തൊക്കെ ആക്കി തോന്നിപ്പോ. ഏതൊരു പുതിയാപ്പിള എന്തോ ദുബൈന്ന് വന്നാലോ ഇപ്പൊ അടുത്ത്, ഓൻ ചൂട് പുതിയാപ്പിള, ഓൻ മങ്ങാലായിട്ട് 3-6 എന്താ ഉണ്ടായത്. ഓൻ നേരെ പോയി തന്നെ ദുബൈക്ക്. പിന്നെ വിസ തീരുന്നിട്ട് ഞാൻ പാഞ്ഞു. അങ്ങനെ പാഞ്ഞിട്ട് ഉസ്താദ് ഓൻ വന്നു ദുബൈന്ന്. ഒരു 1-1.5 കൊല്ലം എന്ത് പണിയെടുത്തിട്ട് വന്നിട്ട് പിന്നെ ഫസ്റ്റത്തെ പുതിയാപ്പിളല്ലേ, ഫ്രഷ് അല്ലേ, ചൂട് പുതിയാപ്പിളല്ലേ. മാത്രല്ല ഓളും അങ്ങനല്ലേ, ഓനും അങ്ങനല്ലേ. അപ്പൊ ഒരു പിരിശപ്പാടും കളിയും ചിരിയും വിഷയം എല്ലാം കുറച്ച് കൂടും. കുറച്ച് കയ്യുമ്പെല്ലാം ഒരു കൺട്രോളാണെല്ലോ. കിടാക്ക് കുഞ്ഞെല്ലാം ആയിട്ടാകുമ്പോ എന്റെ നിങ്ങൾ മംഗലം ആയിട്ടില്ല, നിങ്ങൾ സുറു കേൾക്കും പോലെ. പിന്നെ നിങ്ങൾ വീട് കാണുമ്പോ ഫസ്റ്റ് കേൾക്കും പോലെ ആണല്ലോ. അങ്ങനെ ഈ അമ്മ എന്തൊക്കെ അറിഞ്ഞ അമ്മയുണ്ട് വരില്ലേ ഒന്നുപ്പ. അങ്ങനെ ഈ ഓളും ഓനും ഈ ചങ്ങായി വന്നിട്ട് ഓന്റെ ബാഗും കമ്പ്യൂട്ടറും ലാപ്പും ഷൂവും പാൻറ്റും എല്ലാം അവിടെ വെച്ച് പിടിച്ചിട്ട് പിന്നെ ഓളിൽ തന്നെ വിഷയം. ഉമ്മാൻ്റെലും ഉണ്ടെന്ന്, ഉമ്മാൻ്റെലും വലിയ ഇഷ്ടം. ഞാൻ പറയാം, അതിന്റെ പിന്നെ പോയി മതിയാവല്ലേ. പോയിട്ട് അതിനാ ഉറങ്ങണിച്ചിട്ട് കൂർക്കം വലിക്കുന്നതിന് അല്ല കഥ. ബക്കറ്റെല്ലാം കൊടുത്തിട്ടായിട്ട് പിന്നാണ് കേട്ടല തരുന്നത്. ബക്കറ്റ് അയച്ചിരിക്കുന്നു, ഇത് ഉറങ്ങണിച്ചിട്ട് കൂർക്കം വലിക്കേണ്ടി. ഏതോ ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു സംഭാവന അല്ലാഹു തആല തന്നത് അള്ളാഹ്ക്ക് വേണ്ടി ആ ബക്കറ്റിൽ ഇടുക, നല്ല ഉദ്ദേശം കരുതിയിട്ടിടുക. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ഈ അമ്മായില്ലേ ഈ പുതിയാപ്പിള വന്നിട്ട് നേരെ ഉമ്മാൻ്റെ മുണ്ടി ഉമ്മാൻ്റെ വിഷയമാക്കി പിന്നെ നേരെ ഓളത്തേക്ക് തന്നെ പോയി. അങ്ങനെ ഓളിൽ ഭയങ്കര പുസ്തകളാക്കുന്നു, വിഷയാക്കുന്നു. പിന്നെ ഓയിലെല്ലാം പോന്നു, അവളെ വയ്യ തന്നെ പോണ്ട്. അടുക്കളയിൽ പോയിട്ട് ചായ വെക്കുമ്പോൾ ഓനും പയ്യെന്ന് പോന്നു, അവളിലും ഉണ്ടെന്ന് വിഷയാക്കുന്നു. അവ ചായപ്പൊടി ഇടുമ്പോൾ പഞ്ചസാര ഇടുന്നു, അവൻ ഉള്ളി മുറിക്കുമ്പോൾ കേവേജ് മുറിക്കുന്നു, അവൻ കത്തി എടുക്കുമ്പോൾ കത്തിരി എടുക്കുന്നു. എല്ലാം ഒന്നിച്ചിട്ട് ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഭയങ്കര അനങ്ങനെയില്ല. ഈനെ കണ്ടിട്ട് ഉമ്മൊക്കെ തളക്കുന്നു. ആയിരിക്കും ഈ മരുമോളെ കളി മരുമോന്റെ ഉമ്മയാണല്ലോ. ഉമ്മ എന്താക്കി അറിഞ്ഞാൽ എന്ത് മുണ്ടും കൊത്തില്ല, മുണ്ടുമ്പക്ക് മോന് പിടിക്കാല്ല. ഇനി എന്താക്കുന്നത് ഇത് ഇങ്ങനെ ഫസ്റ്റ് എന്തിത് ലോകത്താര് പെണ്ണ് കെട്ടാത്ത പോലെ. ഞാനും നിന്റെ വാപ്പന്റെ ഓളല്ലേ എന്നാലും ചെല്ലണമെന്നുണ്ടു. പക്ഷെ മോന് ബേജാറായെങ്കിൽ അറിഞ്ഞിട്ട് ഉമ്മ എന്താക്കി അറിഞ്ഞ കസാര എടുത്തിട്ട് നേരെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് കാണേ വേണ്ട, ചായപ്പൊടി ഇടുന്നത് കാണണ്ട, ഉള്ളു മുറിക്കുന്നത് കാണണ്ട.
അപ്പുറം എന്ത് വേണം കേട്ടോ ഷാഹിന്റെ മലാമത്ത് എന്നും പറഞ്ഞിട്ട് കസാല എടുത്തിട്ട് ഒരു സിറ്റ് ഔട്ട് ഇരുന്നോലോ. ആടെ പോയിട്ട് ഇരുന്നില്ല ഒരു പെടക്കോയിനെ പൂവൻ കോയി ഇങ്ങനെ വായിച്ചോണ്ട് പോ നിങ്ങളെ തൊട്ടോണ്ട് വരച്ചിക്കൊണ്ട്. അപ്പൊ ഈ ഉമ്മാമ്മ ഈ പൂവൻ കോയിൽ കേൾക്കുന്നത് നീ എന്തു പോയി വന്നേ നീ ഇങ്ങനെ എന്തേന്ന് ചൂടാ നീ എന്താ എന്റെ മോം അവിടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് നീ എന്തു പോയി തന്നെ വന്നേ ഞാൻ ശരിക്കാൻ പറയുന്നതല്ല, അങ്ങനെയല്ല. മരുമക്കൾ എന്ന് പറയുമ്പോ അത് മക്കളാണ്, അമ്മായി എന്ന് പറയുമ്പോ അത് ഉമ്മയാണ്. കെട്ടിയോന്റെ ഉമ്മ, നിന്റെ സ്നേഹനിധിയായ ഭർത്താവിന്റെ ഉമ്മ, നിനക്ക് എല്ലാ മക്കളെ തന്ന വിരിശപ്പെട്ട മാപ്പിളന്റെ ഉമ്മ, അത് വേറാരുമല്ല പെണ്ണ്. ആ ഉമ്മയോട് നല്ല അതബ് വേണം, നല്ല ബഹുമാനം വേണം, നല്ല ആദരവ് വേണം, നല്ല നിലക്കവരെ പരിപാലിക്കണോ. അത് അന്യ ഉമ്മയല്ല, അത് നിന്റെ വിരിശപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയാണ്. നിനക്ക് വിരിശമുള്ളത് കൊണ്ടാണ് നീ അമ്മായിനെ വെറുക്കുന്നത് എങ്കിൽ ആദ്യം വെറുക്കേണ്ടത് നിന്റെ മാപ്പിളയെ. എന്തുകൊണ്ട്? ആ അമ്മായിയാണ് ഈ മോനെ നിനക്ക് തന്നത്. ഈ സ്നേഹസമ്പന്നനായ ഭർത്താവിന്, സ്നേഹമുള്ള ഭർത്താവിന് വിരിശപ്പെട്ട ഈ മാപ്പിളയെ നിനക്കല്ല തന്നത് ആ ഉമ്മ പറ്റത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അമ്മായിയോട് നല്ല വിരിശപ്പാട് വേണോ, നല്ല സ്നേഹം വേണോ. ഉമ്മയോട്, ബാപ്പയോട്, കെട്ടിയോളോട്, കുട്ടിയോളോട് നല്ല ആദരവ് വേണോ. ഉമ്മ എന്ന് പറയുമ്പോ അല്ലുമ്മോ ജന്നത്തുക, ഉമ്മ നിന്റെ സ്വർഗമാണ്. ഖാല റസൂലുള്ളാഹ്, നിന്റെ സ്വർഗം തീർമാനിക്കുന്നത് നിന്റെ നിസ്കാരമല്ല, നിന്റെ ഓത്തും ബൈത്തല്ല, നിന്റെ ഉമ്മയാണ്. ജന്മം നൽകിയ ഉമ്മ പ്രാണവേദനക്ക് സമാനമായ വേദന സഹിച്ച് നിന്നെ ഈ ഭൂമിയിലേക്ക് പെറ്റവളാണ്, പ്രസവിച്ചവളാണ് നിന്റെ ഉമ്മ. ആ ഉമ്മാക്ക് പകരം ലോകത്ത് വേറൊരു ഉമ്മയില്ല. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയാവില്ല. അതുകൊണ്ട് ആ ഉമ്മയോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. അങ്ങകലെ ഷാമിൽ നിന്ന്, യമനിൽ നിന്ന് ഒരു സഹോദരൻ തന്റെ ഉമ്മയെ പിന്നെ മുതുകത്ത് ചുമന്നിട്ട് ഇങ്ങനെ കുഞ്ചിയിൽ വെച്ചിട്ടാണ് ഒരു സഹോദരൻ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒരു സഹോദരൻ ഉമ്മാനെ പുറത്തിട്ടാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്, സഅയ് ചെയ്യുന്നത്. ഉമ്മ കുഞ്ചിയിലുണ്ട്, ഉമ്മാക്ക് വയ്യ, ക്ഷീണമുണ്ട്, പ്രായമേറെയുണ്ട്. ആ ഉമ്മാനിങ്ങനെ മുതുകത്ത് വെച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ക്ഷീണിച്ച മകൻ ഉമ്മാനൊരു സൈഡിൽ ഇരുത്തുകയാണ്. എന്നിട്ട് നേരെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങളെ കാണാൻ ചെന്നു. ഉമർ ഖത്താബ് തങ്ങളെ കാണാൻ ചെന്നു. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു അത്രേ, അല്ല തങ്ങള്, ഇതെന്റെ ഉമ്മയാണ്. അങ്ങകലെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഈ കഅബയുടെ ചാരത്ത് വരെ ഞാൻ എന്റെ ഉമ്മാനെ പുറത്തു കൊണ്ടുവന്നവനാണ്. മാത്രമല്ല ചുമന്നിട്ട് തന്നെയാണ് തവാഫും മറ്റു കർമ്മങ്ങളുമെല്ലാം. എങ്കിൽ തങ്ങള് ചോദിക്കട്ടെ, എന്റെ ഉമ്മയോടുള്ള കടമ, എന്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ തീർത്തവനായോ? എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീടിയോ? ആ സമയത്താണ് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, സമാന സംഭവം നബി തങ്ങളെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, പൊന്നുമോനെ, ഉമ്മയോടുള്ള കടപ്പാട് കടമ തീർക്കുന്നത് പോട്ട് നിന്റെ ഉമ്മ നിന്നെ പെറ്റതിന്റെ ശേഷം ഒരു വട്ടം പുറത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് നിന്നെ ഉമ്മറപ്പടി കടത്തിയതിന്റെ കടമ പോലും വീട്ടിയിട്ടില്ല. നിന്റെ ഉമ്മ ഒരു വട്ടം നിന്നെ പുറത്തിട്ട് ഉമ്മറപ്പടി കടന്നതിന് പോലും പകരമായിട്ടില്ല. അത് ഉമ്മയാണ്. അല്ലാഹു തആല ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുരുത്തവും ദുആയും അല്ലാഹു നമുക്ക് ധാരാളം നൽകട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ.
റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈന. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ പൊരുത്തം ഉമ്മ ബാപ്പാന്റെ പൊരുത്തത്തിലാണ്. ഉമ്മ ബാപ്പ പൊരുത്തത്തിലാണോ നിന്നെ സംബന്ധിച്ച എങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തം നിനക്കുണ്ട്. ഉമ്മ ബാപ്പ നിന്നോട് ദേഷ്യത്തിലാണോ എങ്കിൽ അല്ലാഹുവിന്റെ ശാപവും നിനക്കുണ്ട്. ഒന്ന് കേട്ടോ, അല്ലാഹുവിന്റെ വലിയാണെങ്കിൽ പോലും, അല്ലാഹുവിന്റെ വലിയാണെങ്കിൽ പോലും അല്ലാഹു തആല ചെയ്തു പോയ തെറ്റിന് ഭൂമിയിൽ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് അൽ ബഗ്യോ ഉഖൂഖുൽ വാലിദൈൻ. ഏത് തെറ്റിനും അല്ലാഹു ശിക്ഷിക്കുക. മിക്കവാറും പരലോകത്താണ് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരട്ടെ. ചിലപ്പോൾ അല്ലാഹു ദുനിയാവിലും ശിക്ഷിക്കും. നിസ്കരിക്കാത്തതാണെങ്കിലും കള്ളു കുടിച്ചതാണെങ്കിലും മറ്റുള്ളവന്റെ തേങ്ങ കെട്ടതാണെങ്കിലും റമദാൻ മാസം വന്നിട്ട് ഉച്ചക്ക് പോയിട്ട് ഹോട്ടലിൽ ചായ കുടിച്ചതാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും അതിനുള്ള ശിക്ഷ മിക്കവാറും അല്ലാഹു ആഖിറത്തിലായിരിക്കും തരിക. ദുനിയാവിൽ എന്നെ തന്നോളന്നില്ല, ഒരു വേള തരും. ഏതായാലും പണ്ടത്തെ ജനതക്ക് അല്ലാഹു ദുനിയാവിൽ എന്നെ കൊടുത്ത പോലെ ഈ ഉമ്മത്തിന് ഏതായാലും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ മനുഷ്യന്മാരും കുറെ കുരങ്ങന്മാരും ഉണ്ടാക്കിയേ. എന്തേ അങ്ങനെ ആവാത്ത? അത് അല്ല കാത്തതാണ്. കൊടുക്കലാന്ന് ദുനിയാവിൽ അല്ല കൊടുക്കലാന്നല്ല പറഞ്ഞിന്. നിങ്ങൾ നോക്കൂ, പണ്ടൊരു ജനത, പണ്ടൊരു സമുദായം, അവർ നിസ്കരിക്കാത്തതിന്റെ പേരില്, നിസ്കരിക്കാത്തതല്ല നമ്മൾ ചെറുക്കന്മാരെ പോലെ, ഞങ്ങളെ പെണ്ണുങ്ങളെ പോലെ, ഞങ്ങളെ ആണുങ്ങളെ പോലെ, വേണ്ട ഞങ്ങളെ പോലെ നിസ്കാരം കളാക്കിയതല്ല, നിസ്കരിക്കാത്തതല്ല. അവർ സമയം ഒന്ന് സെറ്റാക്കി, അല്ല പറഞ്ഞ സമയത്തെ ഒന്ന് അപ്പുറപ്പുറാക്കി. അവരെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവരെ ജോലി ബിസിനസ്സിന് വേണ്ടിയിട്ട്, അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ സമയം ഒന്ന് ക്രമീകരിച്ചു, അപ്പുറപ്പുറാക്കി. അല്ലാഹു തആല എന്താക്കിയ മനുഷ്യന്മാരെ അവരിലുള്ള വയസ്സന്മാരെ അല്ലാഹു പന്നികളാക്കി, അവരിലുള്ള ബാല്യക്കാർത്തികളെ അല്ലാഹു കുരങ്ങന്മാരാക്കി. പണ്ട് നിസ്കരിക്കാഞ്ഞിട്ടല്ല, നിസ്കാരത്തിന്റെ സമയം ജസ്റ്റ് അപ്പുറപ്പുറം അഡ്ജസ്റ്റ്മെന്റ് ആക്കിയതിന് വേണ്ടിയിട്ട്, അല്ല പറഞ്ഞതിനെ തെറ്റിച്ചിട്ട് നിസ്കരിച്ചതിന് വേണ്ടിയിട്ട്. ഇന്ന് ഞമ്മ തെറ്റിച്ച് നിസ്കരിക്കുന്നു. കഴിഞ്ഞ റമളാനിൽ പെരുന്നാളിന്റെ അന്ന് രാത്രി പിന്നെ തറാവീഹ് നിസ്കരിച്ച് പോയോ, ഇനി ഇൻഷാ അല്ലാഹ് നാളെ വരും. ഒരാണ്ടായി നിസ്കരിക്കാതെ. എന്നിട്ട് എന്താ ഈ കുരങ്ങന്റെ മോഡലൈനോ? ഓന്റെ ഗ്ലാമർ കണ്ടെങ്കിൽ അമിതാഭ് ബച്ചന്റെ സ്റ്റൈല്, സൽമാൻ ഖാന്റെ ലുക്ക്, എടോ ഓൻ അല്ല പന്നിയാക്കിയ ഇല്ല. എന്റെ ഈ ഉമ്മത്തിന് അല്ലാഹു ദുനിയാവിൽ അങ്ങനെ ശിക്ഷിക്കില്ല.